യാത്രയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നമ്മുടെ ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മൾ മസ്ജിദിലേക്കോ അങ്ങാടിയിലേക്കോ അല്ല നമ്മൾ ദൂരയാത്രയോ ഏത് യാത്രയാവട്ടെ, വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ 2 ആയത്തുകളാണ് പാരായണം ചെയ്യാറുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിൽ 2 ആയത്തുകളുണ്ട്. എന്താണ് ആയത്തുകൾ? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. എനിക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെത്ര പരിശുദ്ധനാണ്, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എനിക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ശേഷം നമ്മൾ പറയുന്ന ആയത്ത് എന്താണ്? ശേഷം പറയുന്ന വാക്കെന്താണ്? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർച്ചയായും നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. എന്താണ് അതും ഇതുമായി ബന്ധം? ഓരോ തവണ വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ഇത് ചൊല്ലും. എന്തിനാണ് സഹോദരങ്ങളെ നമ്മളത് ചൊല്ലുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് ആയത്തുകളിലുള്ളത്? ഇതുപോലെ വാഹനത്തിൽ കയറി ഈ പ്രാർത്ഥനകൾ പറഞ്ഞ പലരും പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. പിന്നീട് അവർ സാധാരണ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയില്ല. അതായിരുന്നു അവരുടെ അവസാനത്തെ വാഹനത്തിൽ കയറിയിട്ടുള്ള പ്രാർത്ഥന. ആ യാത്ര അവരുടെ അവസാനത്തെ യാത്രയായിപ്പോയി. ഇത് ഓരോ യാത്രയിലും നമ്മെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് ചെറിയ യാത്രയാണെങ്കിൽ കൂടി നമ്മളിത് ചൊല്ലണം. അത്തരം ചെറിയ യാത്രകൾ പോലും പിന്നീട് മടങ്ങി വരാത്ത യാത്രയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ആ യാത്രക്കിടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ടുള്ള യാത്രാ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും.